നമസ്കാരം. വെള്ളാപ്പള്ളി നടേശൻ മന്ത്രി ബിന്ദു കൃഷ്ണ കൂടിക്കാഴ്ച വലിയ ചർച്ചയായതോടുകൂടി തന്നെ അതിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി യോഗനാഥത്തിൽ വെള്ളാപ്പള്ളി നടേശന്റെ ഒരു പൂഴിക്കടകൻ മുഖപ്രസംഗം എത്തിയിട്ടുണ്ട്. ആ പ്രസംഗം നമുക്ക് നോക്കേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശൻ സന്ദർശനത്തിൽ PV അൻവറിന്റെ പ്രതികരണം രസകരമാണ്. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്നത്. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. കഴിഞ്ഞ ദിവസമാണല്ലോ മന്ത്രി ബിന്ദു കൃഷ്ണ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ അവിടെ എത്തിയത്. വെള്ളാപ്പള്ളി നടേശൻ തന്നെയാണ് തന്നെ ബിന്ദു കൃഷ്ണ കാണാനെത്തി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫേസ്ബുക്കിൽ ആ സന്ദർശനത്തിന്റെ ചിത്രങ്ങളൊക്കെ പങ്കുവച്ചത്. പിന്നാലെ യൂത്ത് കോൺഗ്രസിലുള്ളവരും കോൺഗ്രസിലുള്ള ആളുകളും ഒക്കെ നിരവധി വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്തേക്ക് വരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടു. തിരഞ്ഞെടുപ്പ് സമയത്ത് വെള്ളാപ്പള്ളി നടേശനെതിരെ UDF സ്വീകരിച്ച ആ ഒരു നിലപാടും സമീപനവും ഒക്കെ എല്ലാവരുടെയും മുമ്പിലുള്ളതാണ്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഒരു വർഗീയവാദിയാണെന്നും അദ്ദേഹം തുപ്പുന്നത് വിഷമാണ് എന്ന രീതിയിലുമൊക്കെ അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരു രീതിയിലും അദ്ദേഹവുമായി സന്ധി ചേരാൻ കഴിയില്ല എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശന്റെ അന്നത്തെ പ്രതികരണം. ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, UDF ജയിച്ച് അധികാരത്തിലെത്തി. ആ UDF മന്ത്രിസഭയിൽ തന്നെയുള്ള ബിന്ദു കൃഷ്ണയാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെ കാണാൻ വേണ്ടി പോയിട്ടുള്ളത്. അപ്പോൾ ഒരു നിലപാടും ഒരു നിലവാരവും ഇല്ലാത്ത പ്രതികരണങ്ങൾ നടത്തുന്നവരാണ് UDF എന്നുള്ള കാര്യം ഇവിടെ മനസ്സിലായിരിക്കുകയാണ്. മാത്രവുമല്ല, UDFന് അധികാരത്തിൽ എത്തിക്കുന്നതിന് വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ വഹിച്ച പങ്ക് അത് ചെറുതൊന്നുമല്ല, അത് മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് UDF ഇന്ന് അധികാരത്തിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പൊതുവെ അതിന് ഒരു വലിയ പങ്ക് വഹിച്ച ഒരാൾ കൂടിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്നുള്ളതാണ്. അതെങ്ങനെയെന്ന് ഞാൻ വിശദീകരിക്കാം. പലർക്കും തോന്നും വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി CPM-നും ഇടതുപക്ഷത്തിനും ഒക്കെ വലിയ ഊർജ്ജമാണെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. എന്നാൽ ബഹുഭൂരിപക്ഷം ആളുകളും അല്ല എന്ന് ചിന്തിക്കുന്നവരാണ്. എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം UDFന് വലിയ ഗുണമായി മാറുന്നത് എന്ന് പറയുന്നതെന്ന് വിശദീകരിക്കാം. വെള്ളാപ്പള്ളി നടേശൻ ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? വെള്ളാപ്പള്ളി നടേശനെതിരെ സത്യത്തിൽ SNDPക്ക് അകത്ത് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വരാറുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 വോട്ട് പോലും നിലവിൽ ആരും വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന ആൾക്ക് ചെയ്യില്ല എന്നറിയാം. വെള്ളാപ്പള്ളി നടേശൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറയുന്നു അവർക്കെതിരായിട്ട് മാത്രമേ SNDPയിലുള്ള ആളുകൾ വോട്ട് ചെയ്യുകയുള്ളൂ. അത്രത്തോളം വെള്ളാപ്പള്ളി നടേശനോട് താല്പര്യക്കുറവുള്ള നിരവധി ആളുകൾ, ബഹുഭൂരിപക്ഷം ആളുകൾ ആ സമുദായത്തിലുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാത്രവുമല്ല, വെള്ളാപ്പള്ളി നടേശൻ ഈ ഇടക്കാലത്ത് മുഴുവൻ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? പച്ചയായ വർഗീയത പറയുകയായിരുന്നു. നമ്മുടെ ഈ ശശികലയൊക്കെ പോലെ അതിനെ വെല്ലുമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ ഷാജനെ പോലെയൊക്കെ, ഷാജിസ്കറിയനെ പോലെയൊക്കെ അതുപോലെയൊക്കെ അയാളൊക്കെ വെല്ലുന്ന രീതിയിലുള്ളൊരു PC ജോർജിനെയൊക്കെ വെല്ലുന്ന രീതിയിലുള്ള പല വർഗീയതകളാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി വെള്ളാപ്പള്ളി നടേശൻ നടത്തി വന്നിരുന്നത്. ഈ വെള്ളാപ്പള്ളി നടേശൻ ഇത്തരത്തിൽ വർഗീയത പറയാൻ തുടങ്ങിയപ്പോൾ സ്വാഭാവികമായും നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നു, UDF രംഗത്തേക്ക് വരുന്നു, CPM-നുള്ള ആളുകളും രംഗത്തേക്കൊക്കെ വന്നിരുന്നു. UDF-കാർ വലിയ രീതിയിൽ തന്നെ വെള്ളാപ്പള്ളിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നു. അതിന് പിറ്റേ ദിവസം ചെയ്തൊരു തന്ത്രപരമായിട്ടുള്ള കാര്യമുണ്ട്. വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയനെ കാണുന്നു, പിണറായി വിജയന്റെ വാഹനത്തിൽ അദ്ദേഹം കയറുന്നു. അപ്പൊ ഇതൊക്കെ പിന്നീട് വലിയ ആയുധമാക്കി UDF രംഗത്തേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെയാണ് നമ്മൾ വെള്ളാപ്പള്ളി നടേശന്റെ തന്ത്രം മനസ്സിലാക്കേണ്ടത്. അതായത് വെള്ളാപ്പള്ളി നടേശനൊപ്പമാണ് ഈ സർക്കാർ എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി വെള്ളാപ്പള്ളി നടേശൻ തന്നെ ഒരു ശ്രമം നടത്തുകയായിരുന്നു. അങ്ങനെ ശ്രമം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ നാട്ടിലെ ജനങ്ങൾ, വെള്ളാപ്പള്ളി നടേശനോട് താല്പര്യക്കുറവുള്ള ജനങ്ങൾ മുഴുവൻ പിണറായി വിജയനെതിരെയും ഈ സർക്കാരിനെതിരെയും തിരിയുമെന്ന് നന്നായി തന്നെ വെള്ളാപ്പള്ളി നടേശൻ അറിയാം. വെള്ളാപ്പള്ളി നടേശൻ അതിബുദ്ധിമാനായിട്ടുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. നോക്കൂ, SNDP എന്ന് പറയുന്ന സമുദായം PDJS എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് രൂപം നൽകുന്നുണ്ട് അല്ലെ? എന്തായിരുന്നു അതിന്റെ ലക്ഷ്യം? ഈ കേരളം പിടിക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. അന്ന് ഇതുമായി ഈ പാർട്ടി രൂപീകരിച്ച ശേഷം നിരവധി ആളുകൾക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുന്നുണ്ട്. അന്ന് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശനൊക്കെ വിചാരിച്ചത് ഇതെന്തോ വലിയൊരു പാർട്ടിയായി മാറുമെന്നായിരുന്നു. പക്ഷെ ഇവരുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അതൊരു സംഘപരിവാർ രാഷ്ട്രീയമാണെന്ന് തിരിച്ചറിയുകയും ഒപ്പം ഇതൊരു സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടിയാണെന്ന് തിരിച്ചറിയുകയൊക്കെ ചെയ്തപ്പോൾ ഇവർ പതിയെ അതിൽ നിന്ന് ഈ സമുദായ സ്നേഹികളൊക്കെ വിടുന്ന കാഴ്ചയൊക്കെ കണ്ടു. ഇപ്പോൾ VDJS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാമല്ലോ, ഒരു പവർ ഇല്ലാത്ത ഒരു പാർട്ടിയാണ് അവർ. ഈ NDA മുന്നണിയിലെ ഒരു പ്രധാനപ്പെട്ട പാർട്ടിയൊക്കെയാണ്, അതിൽ തർക്കമൊന്നുമില്ല.
അപ്പോൾ ഇവിടെ BDJS വളരണമെങ്കിൽ ഇവിടെ ഇടതുപക്ഷം ഇല്ലാതാകണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പിണറായി വിജയനെ വലിയ രീതിയിൽ തന്നെ വേട്ടയാടാൻ വേണ്ടി ജനങ്ങൾക്കിടയിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നത് അത് വെള്ളാപ്പള്ളി നടേശനായിരുന്നു. വെള്ളാപ്പള്ളി നടേശൻ മാക്സിമം അതായത് വർഗീയത മനഃപൂർവ്വം പറയുകയായിരുന്നു എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. കാരണം വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഒരു വ്യക്തി ഈ വർഗീയതകൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഉയർന്നു വരുന്ന വിമർശനങ്ങൾ അത് ചെറുതൊന്നുമല്ല എന്ന് അദ്ദേഹത്തിന് തന്നെ അറിയാം. അതൊക്കെ അറിഞ്ഞിട്ടും അദ്ദേഹം വീണ്ടും വീണ്ടും വർഗീയതകൾ പറഞ്ഞുകൊണ്ടും വീണ്ടും വീണ്ടും പിണറായി വിജയനെ സപ്പോർട്ട് ചെയ്തൊക്കെ അദ്ദേഹം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ മറ്റ് പല തൽപര കക്ഷികൾ ഉണ്ടാകാം, ഈ രാഷ്ട്രീയ ലാഭം കൊയ്യുന്നതിന് വേണ്ടി ഇയാളെ സമീപിച്ച ആളുകൾ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും പല UDF നേതാക്കളും ഒക്കെ വെള്ളാപ്പള്ളിയുടെ അടുത്തേക്ക് വരുന്ന കാഴ്ചയൊക്കെ നമ്മൾ കാണുകയാണ്. ഇപ്പോ വെള്ളാപ്പള്ളി ബിന്ദുകൃഷ്ണ ഒരു കൂടിക്കാഴ്ച ചർച്ചയാകുമ്പോൾ യോഗനാഥത്തിലൂടെയാണ് ഇത്തവണ തന്ത്രപരമായിട്ടുള്ള നീക്കം നടത്തിയിട്ടുള്ള വെള്ളാപ്പള്ളി. ഞാനൊന്ന് വായിക്കാം. തോൽവിയുടെ ഉത്തരവാദിത്തം പിണറായി വിജയന് മാത്രമല്ല, ലീഡറായും ക്യാപ്റ്റനായും കാരണഭൂതമായും 10 വർഷം വാഴ്ത്തിപ്പാടിയവർ തോറ്റപ്പോൾ ആക്ഷേപശരങ്ങൾ എറിയുകയാണെന്നാണ് വെള്ളാപ്പള്ളി പറയുന്നത്. സഖാക്കളോട് എന്നൊക്കെ പറഞ്ഞാണ് കേട്ടോ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് എഡിറ്റോറിയൽ. ചരിത്രത്തിൽ ആദ്യമായി ഇടതുമുന്നണിക്ക് തുടർഭരണം നേടിക്കൊടുത്ത നേതാവാണ് പിണറായി വിജയൻ. അധികാരത്തിന്റെ മധുരം നുകർന്ന് രസിച്ച് ഉല്ലസിച്ചവർ ഭരണം നഷ്ടമായ ജനങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങി വന്നപ്പോൾ തോൽവിയുടെ ഉത്തരവാദിത്തം ഒരാളുടെ ചുമലിലേക്ക് കെട്ടിവെക്കുന്നതും വേട്ടയാടുന്നതും ശരിയല്ല. രണ്ടാമതും ഭരണം ലഭിച്ചപ്പോൾ നേതാക്കളും അണികളും സുഖലോലുപരായെന്നതാണ് വസ്തുത. ജനങ്ങളെയും ജനകീയ പ്രശ്നങ്ങളെയും മറന്ന് പലരും സാമ്പത്തിക നേട്ടത്തിനായി പാഞ്ഞു. അധികാര ലഹരി നുകരുന്ന തിരക്കിൽ പാർട്ടിയുടെ മേൽത്തട്ട് മുതൽ കീഴ്ത്തട്ട് വരെയുള്ളവർ ചെയ്ത പാപങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നൊക്കെ വെള്ളാപ്പള്ളി പറയുന്നുണ്ട്. പാർട്ടി ഒന്നുമല്ലാതിരുന്ന കാലത്ത് പോലീസിന്റെയും എതിരാളികളുടെയും ശാരീരികമായ ആക്രമണങ്ങളെ ഉൾപ്പെടെ മറികടന്ന ത്യാഗോജ്വലമായ സമര പാരമ്പര്യം പിണറായി വിജയനുണ്ട്. പാർട്ടിയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ശക്തമായ നേതൃത്വം നൽകി വീണ്ടും അധികാരം നേടിയത് കർക്കശക്കാരനായ അദ്ദേഹത്തിന്റെ നേതൃഗുണമാണ്. അങ്ങനെ അദ്ദേഹം പാർട്ടിക്കൊപ്പമാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമം ആണ് ഇദ്ദേഹം ഈ എഡിറ്റോറിയൽ ഉടനീളം നടത്തിയിട്ടുള്ളത്. ഒപ്പം പാർട്ടി അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. പാർട്ടി വിമർശിക്കുമ്പോൾ സ്വാഭാവികമായി മാധ്യമങ്ങൾ എന്തായിരിക്കും വാർത്ത? പിണറായി വിജയനെ പുകഴ്ത്തിയും പാർട്ടിയെ ഇകഴ്ത്തിയും വെള്ളാപ്പള്ളി നടേശൻ എന്നായിരിക്കും വാർത്ത. അങ്ങനെ വാർത്ത വരുമ്പോൾ സ്വാഭാവികമായും ഇടതുവിരുദ്ധ മാധ്യമങ്ങൾ അത് വലിയ ചർച്ചയാക്കി മാറ്റും. ഇപ്പോൾ സർക്കാരിനെതിരെ ഉയർന്നിട്ടുള്ള വിമർശനങ്ങളൊക്കെ മാധ്യമങ്ങൾക്ക് മറച്ചുവെക്കാൻ കഴിയും. അതുകൊണ്ട് ഇവിടെ വെള്ളാപ്പള്ളി നടേശനെ ഒരു ടൂളാക്കി വീണ്ടും ഈ പറയുന്ന നമ്മുടെ VD സതീശൻ ഗ്യാങ് മാറ്റുന്നുണ്ടോ എന്ന് പോലും ഞാൻ സംശയിക്കുകയാണ്. മാത്രവുമല്ല പിണറായി വിജയനൊപ്പമാണ് താൻ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വെള്ളാപ്പള്ളി നടേശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു തന്ത്രപരമായിട്ടുള്ള നീക്കം ജനങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. മാത്രവുമല്ല ഈ തെരഞ്ഞെടുപ്പ് തോൽവിയുടെ കാരണം പിണറായി വിജയനാണെന്നും ഇദ്ദേഹം ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റു രീതിയിൽ വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ഇദ്ദേഹം ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ജനകീയനായിരുന്ന നേതാവിനൊപ്പം നടന്ന് സത്യത്തിൽ അദ്ദേഹത്തെ ചതിക്കുകയായിരുന്നു എന്നാണ് എനിക്ക് പലപ്പോഴും പല ഘട്ടത്തിലും തോന്നിയിട്ടുള്ളത്. ഇനി ബിന്ദുകൃഷ്ണയുമായിട്ടുള്ള ഈ കൂടിക്കാഴ്ചയിൽ എന്താണ് PV അൻവറിന്റെ പ്രതികരണം? PV അൻവർ 24 മണിക്കൂറും വെള്ളാപ്പള്ളി നടേശൻ മുഖ്യമന്ത്രിയെ പോയി കണ്ടു, മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശന് കൈ കൊടുക്കുന്നു, മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി വെള്ളാപ്പള്ളി നടേശൻ വരുന്നു, ഈ വർഗീയവാദിയെ ചുമക്കാൻ നാണമില്ലേ എന്നൊക്കെ പറഞ്ഞു നടന്ന നമ്മുടെ PV അൻവർ ബിന്ദുകൃഷ്ണയുമായിട്ട് ഇപ്പോൾ കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു പ്രതികരണവും നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറെ കൗതുകകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. നിശബ്ദനായിരിക്കുന്നു നമ്മുടെ ഒതായിലെ PV അൻവർ എന്നുള്ളതാണ്. നിലമ്പൂരിലെ PV അൻവർ എന്ന് പറയുന്ന നമ്മുടെ നേതാവിന് ഇപ്പോൾ ശബ്ദമില്ലത്രേ. ബിന്ദുകൃഷ്ണൻ നടത്തിയിട്ടുള്ള ഈ ഒരു സന്ദർശനം അറിഞ്ഞിട്ടില്ലത്രേ. എന്തായാലും വല്ലാത്ത രീതിയിലുള്ള ഒരു മൗനം പാലിച്ചിരിക്കുന്ന PV അൻവറിനെയും ഈ സമയത്ത് നമ്മൾ മറന്നു പോകരുത്. എന്തായാലും ബിന്ദുകൃഷ്ണക്കെതിരെ റിജിൽ മാക്കുട്ടിയെ പോലുള്ള ആളുകൾ പോലും പ്രതികരിക്കുന്നത് ഫേസ്ബുക്കിൽ ഇട്ടത് ഇങ്ങനെയാണ്: നാടിനെ ഭിന്നിപ്പിക്കാൻ ശ്രമിച്ച വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിട്ട് ഒരു ഈഴവനും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തില്ല. ഈ യാഥാർത്ഥ്യം നേതൃത്വം തിരിച്ചറിഞ്ഞില്ലെങ്കിൽ തിരിച്ചടി വലുതായിരിക്കുമെന്ന് റിജിൽ പറയുകയാണ്. അത് റിജിൽ പറയുന്നത് വളരെ വ്യക്തമായിട്ടൊരു കാര്യമാണ്. അതായത് വെള്ളാപ്പള്ളി നടേശൻ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ സത്യത്തിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാൻ നിന്ന ആളുകൾ വരെ വോട്ട് ചെയ്യാതിരിക്കുകയാണ് ചെയ്തത്. കാരണം എന്താണ്? വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാം, ഞാൻ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടോ അവരെല്ലാവരും തോക്കും, അവർക്ക് ആരും വോട്ട് ചെയ്യില്ല എന്ന് നന്നായി തന്നെ അറിയാം. അപ്പൊ അതുകൊണ്ട് എന്തായാലും വെള്ളാപ്പള്ളി നടേശനെ പോലുള്ള ഇത്തരം ജീവികളെ കരുതിയിരിക്കുക എന്ന് മാത്രമേ പറയാനുള്ളൂ. തുഷാർ വെള്ളാപ്പള്ളി നടേശനും ഒക്കെ കാണിച്ചു കൂട്ടുന്ന പൊളിറ്റിക്സ് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ. മകൻ BJP, അപ്പൻ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് അങ്ങനെ കാലു വെച്ച് നിൽക്കുകയാണ്. എന്തായാലും ഇത്തരം ഇരട്ടത്താപ്പുകളൊക്കെ തിരിച്ചറിഞ്ഞ് മുന്നോട്ട് പോവുക എന്ന് മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തട്ടെ.